രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗത്തിനിരയായ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നാളെ രാവിലെ 11 മണിവരെയാണ് പോലീസ് കസ്റ്റഡി. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ശശികുമാർ ചേരുന്നു. സുലേഖ, എത്ര ദിവസമാണ് പോലീസ് നിലവിൽ കസ്റ്റഡി ആവശ്യപ്പെട്ടത്? കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാഹുൽ ഈശ്വർ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞിരുന്നു ഈ പോസ്റ്റ് അടക്കം പിൻവലിക്കുന്ന കാര്യത്തിൽ. പക്ഷേ ഇന്നൊന്നും മിണ്ടിയില്ല മാധ്യമങ്ങളോട്. എന്താണ് വിവരങ്ങൾ? വിധി എന്തായാലും ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് കോടതിയിൽ രാഹുൽ ഈശ്വറിനെ ഹാജരാക്കിയത്. നാളെ രാവിലെ 11 മണി വരെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ രാഹുൽ ഈശ്വറിനെ കോടതി വിട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ പോസ്റ്റ് പിൻവലിക്കുമോ, അതിജീവിതയെ അധിക്ഷേപിച്ച പോസ്റ്റ് പിൻവലിക്കുമോ എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി അത് രാഹുൽ ഈശ്വർ നൽകിയിട്ടില്ല. അതിജീവിതയെ ആരെയും താൻ അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള മറുപടിയാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് ആഹാരമോ വെള്ളമൊന്നും കഴിക്കാത്ത ഒരു സാഹചര്യം, അത് അത്തരത്തിലുള്ളൊരു കാര്യം അത് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പക്ഷേ താൻ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അത് ആഹാരമൊക്കെ തന്നെയും കഴിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യം രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടുണ്ട്. കോടതിയുടെ ശക്തമായ നിർദ്ദേശം അത് രാഹുൽ ഈശ്വറിന്റെ ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കണമെന്നും വെള്ളം കുടിക്കണമെന്നുള്ള നിർദ്ദേശമടക്കം കോടതി രാഹുൽ ഈശ്വറിന് നൽകിയിരുന്നു. അതിനൊപ്പം തന്നെ കോടതിയിൽ പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിൽ കോടതി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അനുസരിക്കുമെന്നതാണ്. അത്തരത്തിൽ തന്നെ രാഹുൽ ഈശ്വർ കോടതി രാഹുൽ ഈശ്വർ ഈ 11 ദിവസം കൊണ്ട് 11 കിലോ കുറഞ്ഞു എന്ന് മാധ്യമങ്ങളോടാണ് പറഞ്ഞത്. അവിടെ സ്വയം തന്നെ ഈ നിരാഹാരത്തിലേക്ക് കടക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ ജയിലിൽ. സിജു, ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ കോടതി റിമാൻഡിൽ വിടുന്ന ഘട്ടത്തിലാണ് രാഹുൽ ഈശ്വർ നിരാഹാരം ഇരിക്കുമെന്നുള്ള പ്രഖ്യാപനം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയത്. ആ സമയത്താണ് ഇത്തരത്തിൽ വെള്ളമോ ആഹാരമോ കഴിക്കാത്ത സാഹചര്യം, ഇത്തരത്തിലൊരു നിലപാട് അത് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് ഇത്തരത്തിൽ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് കോടതി തന്നെ ശക്തമായ നിർദ്ദേശം അത് രാഹുൽ ഈശ്വറിന് നൽകി. ആഹാരങ്ങൾ അത് കഴിക്കണം, വെള്ളം കുടിക്കണം എന്നുള്ള കാര്യങ്ങൾ അത് കോടതിയാണ് രാഹുൽ ഈശ്വറിന് നിർദ്ദേശം നൽകിയത്. ആ കാര്യങ്ങളൊക്കെ തന്നെ പാലിക്കാമെന്ന് ഉറപ്പും കഴിഞ്ഞ തവണ കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് രാഹുൽ ഈശ്വർ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ ഈ അതിജീവിതയെ അധിക്ഷേപിച്ച പോസ്റ്റുകൾ അത് പിൻവലിക്കും എന്നതടക്കം കഴിഞ്ഞ പ്രാവശ്യം കോടതി ചേരുന്ന സമയത്ത് രാഹുൽ ഈശ്വർ കോടതിയിൽ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഈ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി രാഹുൽ ഈശ്വറിനെ ഹാജരാക്കുന്ന സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത്തരത്തിൽ അതിജീവിതയല്ല, താൻ ആരെയും അധിക്ഷേപിച്ചിട്ടില്ല എന്നുള്ള തരത്തിലാണ് രാഹുൽ ഈശ്വർ പറഞ്ഞു വെച്ചിരുന്നത്. ഒപ്പം തന്നെ ഈ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കിഡ്നിയെ ബാധിക്കുന്ന അസുഖങ്ങൾ തനിക്കുണ്ടായി, ഇത്തരത്തിൽ നിരാഹാരം കിടന്നാൽ അത് തന്റെ കിഡ്നിയെ ബാധിക്കുമെന്നുള്ള കാര്യം പറഞ്ഞാണ് ഇത്തരത്തിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് ആഹാരവും വെള്ളവും കഴിക്കാൻ തയ്യാറായത് എന്നതാണ് ഇന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞത്. ശരി, സുലേഖ ശശികുമാറാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.